ഹിരോഷിമ നാഗസാക്കി ദിനപ്പതിപ്പ്. ഫസ്റ്റ് ഒരു ഉള്ളടക്കം വേണം. ആ ഉള്ളടക്കത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടൻറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു അത് മാത്രം ഉള്ളടക്കത്തിൽ കൊടുക്കുക. അതിന് നേർക്ക് പേജ് നമ്പറും കൊടുക്കണം കേട്ടോ. ലോകത്ത് മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്കും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൊടും ക്രൂരതയുടെ ഓർമ്മകളിലൂടെയുള്ള പ്രയാണമാണ് ആഗസ്റ്റ് 6-നും ആഗസ്റ്റ് 9-നും സംഭവിക്കുന്നത്. ഹിരോഷിമയും നാഗസാക്കിയും അണുബോംബിൻ്റെ വികൃതമുഖം നമുക്ക് കാണിച്ചു തന്നതോടൊപ്പം യുദ്ധത്തിൻ്റെ ഭീകരത എത്രത്തോളമാണെന്നും അത് മാനവരാശിക്ക് എത്ര ദോഷകരമാണെന്നും വിളിച്ചു പറഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധം അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ അമേരിക്ക ഹിരോഷിമയിൽ വിതച്ച ആ അണുബോംബ് ഇന്നും എല്ലാവർക്കും ഒരു തീരാ ദുഃഖത്തിൻ്റെ ഓർമ്മയാണ്. 1941 ഡിസംബർ 7-ന് അമേരിക്കൻ നാവിക സങ്കേതമായ പേൾ ഹാർബറും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസും ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1945 ജൂലൈ 26-ന് അമേരിക്കൻ പ്രസിഡന്റും ഹാരി എസ് ട്രൂമാനും മറ്റു സഖ്യ നേതാക്കളും പോട്സ്ഡാമിൽ സമ്മേളിച്ച് ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. പിന്നാലെയായിരുന്നു ലോകം കണ്ട കൊടും ക്രൂരതയുടെ അരങ്ങേറ്റം. 1945 ഓഗസ്റ്റ് 6-ന് രാവിലെ 8:15-ന് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട അണുബോംബ് വർഷിച്ചു. സൂര്യനുദിച്ചതുപോലെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. ലക്ഷക്കണക്കിന് ആളുകൾ തൽക്ഷണം മരിക്കുകയും പരിക്കേറ്റവർ പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുകയും ചെയ്തു. അണുബോംബിൻ്റെ ആഘാതത്തിൽ 1.6 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങൾ തകർന്നു. ഏകദേശം 1,40,000 ആളുകൾ സ്ഫോടനത്തിലും തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളിലും മരണമടഞ്ഞു. 1945 ഓഗസ്റ്റ് 9-നാണ് നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന് പേരിട്ട രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചത്. ഹിരോഷിമയിൽ വർഷിച്ചതിന് സമാനമായ നാശനഷ്ടങ്ങളും മരണങ്ങളും നാഗസാക്കിയിലും സംഭവിച്ചു. രണ്ട് നഗരങ്ങളിലെയും സ്ഫോടനങ്ങൾ ലോകത്തെ ഞെട്ടിക്കുകയും സമാധാനത്തിൻ്റെയും ആണവായുധങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെയും പ്രതീകമായി ഈ ദുരന്തം അറിയപ്പെടുന്നു. ദുരന്തത്തിൻ്റെ അനന്തരഫലങ്ങൾ. അണുബോംബ് സ്ഫോടനത്തിൽ ജപ്പാനിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നു. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ദുരന്തം ലോകമെമ്പാടുമുള്ള ആണവായുധങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് പ്രചോദനമായി. ഇന്നും ഈ ദുരന്തം ലോകത്തിന് ഒരു മുന്നറിയിപ്പായി നിലകൊള്ളുന്നു. സഡാക്കോ സസാക്കി. 1945 ഹിരോഷിമയിലെ അമേരിക്കയുടെ അണുബോംബ് ആക്രമണത്തിൽ രക്തസാക്ഷിയായേണ്ടി വന്ന ജാപ്പനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. സഡാക്കോയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബിടുന്നത്. 1000 കടലാസു കൊക്കുകളെയുണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന ഒരു വിശ്വാസം ജപ്പാനിലുണ്ട്. അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രി കടക്കയിലിരുന്ന് കടലാസ് കൊക്കുകളെ ഉണ്ടാക്കി. പക്ഷേ 644 കൊറ്റികളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 എന്ന എണ്ണം പൂർത്തിയാക്കി. ആ കൊറ്റികളെ അവളോടൊപ്പം ദഹിപ്പിച്ചു. പിന്നീട് സഡാക്കോയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങി. ഹിബാക്കുഷ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുബോംബ് വിസ്ഫോടനത്തെ അതിജീവിച്ച് യാതന അനുഭവിച്ചു വരുന്ന വ്യക്തികളെയാണ് ഹിബാക്കുഷ എന്ന ജാപ്പനീസ് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ ബോംബുകളിൽ നിന്നുള്ള വികിരണമേറ്റ വ്യക്തികളെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഹിരോഷിമ കുട്ടികളുടെ സമാധാന സ്മാരകം. കുട്ടികളുടെ സമാധാന സ്മാരകമായ പ്രതിമയുടെ മുകളിൽ സഡാക്കോ സസാക്കിയുടെ രൂപവും വശങ്ങളിൽ ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും രൂപമുണ്ട്. പശ്ചാത്തലത്തിലുള്ള ഗ്ലാസ് കേസുകളിൽ പേപ്പർ ക്രെയിനുകൾ അടങ്ങിയിരിക്കുന്നു. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക്.
1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചതിനെ തുടർന്ന് മരണമടഞ്ഞ 1,40,000-ഓളം ആളുകളുടെ ഓർമ്മയ്ക്കായാണ് ഈ ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നത്. ആണവായുധങ്ങൾ സൃഷ്ടിക്കുന്ന ഭീകര അന്തരീക്ഷത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ ഉദ്യാനം സമാധാനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട, ഹിരോഷിമകൾ ഇനി വേണ്ട, നാഗസാക്കികൾ ഇനി വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട. ഈ യുദ്ധവിരുദ്ധ ഗാനത്തിൻ്റെ ബാക്കി വരികൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കി കാണുക. പതിപ്പുണ്ടാക്കുന്നവർ അതിലേക്ക് എടുത്തെഴുതുക. ഓക്കെ. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഒരു 10-15 ചോദ്യങ്ങൾ നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്താം. ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കാം, അത് നോക്കിക്കോളൂ. ഹിരോഷിമ നാഗസാക്കി പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ്? ഉത്തരം അമേരിക്ക. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ്സ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ബോക്സ്കാർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം ക്യാപ്റ്റൻ മേജർ ചാൾസ് വീനി. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏതു രഹസ്യ പേരിലാണ്? ഉത്തരം ട്രിനിറ്റി അഥവാ മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ ഭാഗം. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ്? ഉത്തരം 1945 ജൂലൈ 16. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് 10-20 ചോദ്യങ്ങൾ പതിപ്പിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ വാനിലുയർന്നു പറക്കട്ടെ. യുദ്ധം ഭീകരമാണ്, യുദ്ധാനന്തരഫലം അതിഭീകരവും. യുദ്ധം നരകവും സമാധാനം സ്വർഗവുമാണ്. ലോകസമാധാനം നീണാൽ വാഴട്ടെ. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അതുപോലെ പോസ്റ്ററുകളും നിങ്ങൾക്ക് വെട്ടിയെടുത്തോ അല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് വരഞ്ഞോ ഒട്ടിക്കാവുന്നതാണ്. ഓക്കെ.